ഇടത് സർക്കാരിന്റെ നവകേരള സദസ്സ് കേരളത്തെ കലാപഭൂമിയാക്കി പരിണമിപ്പിച്ചുകൊണ്ട് ഇന്ന് തലസ്ഥാനത്ത് പൂർത്തിയാവുകയാണ്. ഇതുവഴി സർക്കാരിനും ഇടതുമുന്നണിക്കും ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടായേക്കാം. എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല. ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടികൾ എത്രയോ മെച്ചമായിരുന്നു എന്ന് ജനം പറഞ്ഞു പോകുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ MP-മാർക്ക് പോലും അനുവാദമില്ലാത്ത സദസ്സായിരുന്നു നടത്തപ്പെട്ടത്. അത് തോമസ് ചാഴികാടൻ പറഞ്ഞാലും CPM-ലെ KK ശൈലജ പറഞ്ഞാലും പിണറായി കോപിക്കും, പരസ്യമായി ശാസിക്കും, നിന്ദിക്കും. കാസർഗോഡ് മുതൽ ആലപ്പുഴ വരെ നവകേരള യാത്രക്കാരെ കരിങ്കൊടി കാണിച്ച് അടികൊണ്ട് മടങ്ങിയ യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാണിക്കുവാൻ എത്തിയവരെ സംരക്ഷിക്കുവാൻ എത്തുന്നവരെ കൈകാര്യം ചെയ്യുവാൻ ധൈര്യം കാണിച്ചതോടെ നവകേരള സദസ്സ് അവസാന ദിവസങ്ങളിൽ സമാധാന ജീവിതം കൊതിക്കുന്നവർക്കും പോലീസിനും വല്ലാത്ത ഭീതിയുടെ ദിനങ്ങളായിരുന്നു. വീട് വിടാൻ ഭയമുള്ള ദിനങ്ങൾ. കണക്കില്ലാത്ത പോലീസുകാരുടെയും കറുപ്പ് വസ്ത്രം ധരിച്ച എത്രയോ അംഗരക്ഷകരുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയും, ഞാൻ ഊരിപ്പിടിച്ച കത്തിയുടെയും വാളിന്റെയും നടുവിലൂടെ നടന്നിട്ടുള്ളവരാണ്. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസുകാരുടെ അടികൂടി കഴിഞ്ഞതോടെ തോക്കിന്റെ മുമ്പിലൂടെ നടന്നു പോയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേട്ടു. എന്നാൽ ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങളുടെ നടുവിൽ നിന്ന് പരാതി വാങ്ങിയില്ലെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിൽ കാണിച്ച ധൈര്യമെങ്കിലും കാണിച്ച് ആ വാക്കുകളുടെ സത്യം ഒന്ന് തെളിയിക്കാമോ? ഇത്രയും അകമ്പടി വാഹനങ്ങളില്ലാതെ കേരളത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുകയെങ്കിലും ചെയ്യുമോ? പിണറായി ഊരിപ്പിടിച്ച വാളിന്റെയും കത്തിയുടെയും തോക്കിന്റെയും നടുവിലൂടെ നടന്നിട്ടുള്ളത് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്ന പോലീസുകാരുടെ കൈവശമുള്ള ആയുധങ്ങളെക്കുറിച്ചാവും എന്ന് സമകാലീന സമൂഹം കരുതി പോകില്ലേ? ഏതായാലും ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് ജേതാവ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ച് കുട്ടികളെ കൈകളിൽ എടുത്ത് താലോലിച്ച് നാട്ടുകാരുമായി സെൽഫി എടുത്തു. ഒന്നും പോലീസ് ഒരുക്കിയ സുരക്ഷാ വലയത്തിലല്ല, വെറും തെരുവിൽ. അതെല്ലാം കാണുമ്പോഴും പണ്ട് കാണിച്ചതിനെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ നിർത്താതെ ആവർത്തിക്കുന്നത് കേൾക്കുമ്പോൾ മനം പുരട്ടലാണ് ഉണ്ടാകുന്നത്. നവകേരള യാത്രയെ കരിങ്കൊടി കാണിച്ചതിന് കണ്ണൂർ മുതൽ കൊല്ലം വരെ പോലീസ് സംരക്ഷണയിൽ DYFI-കാരുടെയും SFI-കാരുടെയും അടിയേറ്റ് തളർന്ന കോൺഗ്രസിന് അളമുട്ടി. തിരിച്ചടിച്ചില്ലെങ്കിൽ ജീവിക്കാനാവില്ല എന്ന നില വന്നു. ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വത്തിന്റെ സമീപനത്തെ കുറ്റപ്പെടുത്തിയതായാണ് വാർത്ത. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുവാൻ പോയി പോലീസിന്റെയും കുട്ടിസഖാക്കളുടെയും അടികൊണ്ട് പോരുന്നത് പാർട്ടിക്ക് കൂടുതൽ ദോഷം ചെയ്യും, സഖാക്കളെ പേടിച്ച് കോൺഗ്രസുകാർ പുറത്തിറങ്ങാതിരിക്കും എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിഞ്ഞത് മാത്രമല്ല, ആരാടാ എന്ന് ചോദിക്കുമ്പോൾ എന്താടാ എന്ന് തിരിച്ചു ചോദിച്ചാൽ ഓടി ഒളിക്കാനുള്ള ധൈര്യമേ ആക്രമിക്കുവാൻ വരുന്ന ഗുണ്ടകൾക്കുള്ളൂ എന്ന് ആരിഫ് ജിയുടെ ചോദ്യം കേട്ട് വിരണ്ട് ഓടിയ കുട്ടിസഖാക്കൾ കാണിച്ച തന്റേടവും കോൺഗ്രസിന് ആത്മധൈര്യം പകർന്നിരിക്കണം. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഉണർന്നു. കല്യാശ്ശേരി മുതൽ ആലപ്പുഴ വരെ ഞങ്ങളുടെ കുട്ടികളെ തല്ലിച്ചതച്ചവരുടെ മുഴുവൻ വിവരവും ഞങ്ങളുടെ കൈവശം ഉണ്ടെന്നും നിയമപരമായി സർക്കാർ അവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഓരോ അടിക്കും തിരിച്ചടി കൊടുത്തിരിക്കും എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തലസ്ഥാനത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുകയും അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഡിസംബർ 20-ന് അവിടെ നിർവഹിക്കുകയും ചെയ്തതോടെ നവകേരള യാത്രയിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചതാണ് നടക്കുന്നത്. നവകേരള സദസ്സിന്റെ 2ാം ദിവസം കണ്ണൂരിൽ വെച്ച് നവകേരള സദസ് യാത്രയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതും സദസ്സിനെ അങ്ങനെ സംരക്ഷിക്കുവാൻ പാർട്ടി സഖാക്കളെ ആഹ്വാനം ചെയ്തതും അവർ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ നടത്തിയ ആക്രമണത്തെ സംരക്ഷണ പ്രവർത്തനമായി ചിത്രീകരിച്ചതും ലക്ഷ്യം വെച്ചതായി അന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ച കലാപാഹ്വാനം ചെവിക്കൊള്ളാതെ കോൺഗ്രസിന് വേറെ വഴിയില്ലെന്ന് വന്നു. ആലപ്പുഴ വരെ അടിമേടിച്ച് തളർന്നവർ കൊല്ലത്ത് ചിത്രം മാറ്റി. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട് കൊല്ലത്ത് തിരിച്ചടിച്ചു. അടികൊണ്ട ആക്രമികൾ ചിതറി ഓടി. അപ്രതീക്ഷിതമായി തിരിച്ചടി വന്നതുകൊണ്ടാണ് ഓടിയതെന്ന് പറഞ്ഞേക്കാം. അതിലും കഴമ്പ് കാണും. അടികൊള്ളാനും പാർട്ടിക്ക് വേണ്ടി ഈയാമ്പാറ്റകളെ പോലെ സ്വയം ആത്മഹൂതി നടത്താനും തയ്യാറായിട്ടുള്ളവർ അവിടെ കുറെ പേരുണ്ടാവും. അവരെ പരമാവധി സംരക്ഷിക്കാനും പാർട്ടിയുണ്ടാവും. കുറ്റം ചെയ്യുന്നവനാവില്ല കുറ്റം ഏറ്റെടുക്കുന്നത്. എല്ലാവരുടെയും കേസ് പാർട്ടി നടത്തും. സുപ്രീം കോടതിയിൽ പോലും ജയകൃഷ്ണൻ മാസ്റ്ററെ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്നവരുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ അവരുടെ വീട്ടുകാരെ സഹായിക്കും. ഭരണം കിട്ടിയാൽ ജയിലിലുള്ളവർക്ക് ഇഷ്ടം പോലെ പരോൾ കൊടുക്കും. ജയിൽ മന്ത്രി ജയിലിലെത്തി അവരെ കാണും.
ജയിൽ വിട്ടു വരുമ്പോൾ വലിയ സ്വീകരണം കൊടുക്കും. ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ പോലെ 2018 ജൂലൈ 2 എറണാകുളം മഹാരാജാസിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിനെ പോലെ ഇരകളാക്കപ്പെടുമ്പോൾ വീട്ടുകാർക്ക് മാത്രമാകും നഷ്ടം. അഭിമന്യുവിന്റെ പ്രധാന കൊലപാതകികൾ 2 വർഷം കഴിഞ്ഞ് സ്വയം കീഴടങ്ങുന്നതുവരെ പിണറായിയുടെ പോലീസ് പിടിച്ചില്ലെന്നത് ചരിത്ര സത്യം. എന്നാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം കോൺഗ്രസ് വളരെ പിന്നിലാണ്. അതുകൊണ്ട് അവർക്ക് തല്ലാനും തല്ലുകൊള്ളാനും ആളെ കിട്ടാൻ ക്ഷാമമുണ്ടാവും. കോൺഗ്രസിലും ചില മാറ്റത്തിന്റെ സൂചനകൾ സുധാകരന്റെ വരവോടെ ഉണ്ടായി. ഇടുക്കിയിലെ നിഖിൽ പൈലിയെ പാർട്ടി സംരക്ഷിച്ച് പുതിയ മാതൃക കാട്ടി. ആലപ്പുഴയിൽ സഖാക്കൾ ആക്രമിച്ചത് ഒരു വികലാംഗനെ കൂടി ആയിരുന്നു. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വികലാംഗർ ഇതിനൊക്കെ പോകാമോ എന്നാണ് ഇടതുമുന്നണി കൺവീനർ ചോദിച്ചത്. കൊല്ലത്ത് ആദ്യം കരിങ്കൊടി കാണിച്ച ABVP-കാർ തിരിച്ചടിച്ചതും യൂത്തുകാർക്ക് പ്രേരണയായിരിക്കണം. ഏതായാലും തിരിച്ചടിച്ചു. അതോടെ കലാപത്തിന് ശ്രമം നടക്കുന്നു എന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ ആൾക്കാർ തന്നെ ഉയർത്തി തുടങ്ങി. ഡിസംബർ 20 തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തിയ സമരവും അവിടെ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് VD സതീശൻ നടത്തിയ പ്രഖ്യാപനവും ഈ ആരോപണം കൂടുതൽ ശക്തമായി ഉന്നയിക്കുവാനുള്ള അവസരമാക്കി CPM. ഒപ്പം കലാപത്തിൽ കത്തിക്കുവാനുള്ള ഇന്ധനവും പകർന്നു. എണ്ണി കണക്കു തീർക്കാൻ വരുമ്പോൾ തിരിച്ചടിക്കുവാൻ മറുഭാഗവും ഉണ്ടാകും എന്ന് ഇടതുമുന്നണിയുടെ കൺവീനർ EP ജയരാജൻ തിരിച്ചടിച്ചു. മുഖ്യമന്ത്രിയും വിട്ടില്ല. അദ്ദേഹം പണ്ട് ഒറ്റയ്ക്ക് പോയപ്പോൾ ആരോ തോക്കു ചൂണ്ടിയെന്നും എന്നിട്ടും പോയെന്നും എല്ലാമാണ് പറഞ്ഞത്. ചാനൽ ചർച്ചയ്ക്കെത്തിയ ഇടത് നേതാക്കളാകട്ടെ യൂത്ത് കോൺഗ്രസുകാരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന വാക്കുകളാണ് മൊഴിഞ്ഞത്. ഞങ്ങൾ ഇളകിയാൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവില്ലെന്ന് വരെ അവർ പറഞ്ഞു. ചാനൽ ചർച്ചയ്ക്കെത്തിയ കോൺഗ്രസുകാരനും വിട്ടില്ല. കാണിച്ചു തരാം എന്നായി വെല്ലുവിളി. അതായത് കലാപത്തിനുള്ള അന്തരീക്ഷമാണ് കേരളത്തിൽ പരുവപ്പെട്ടു വരുന്നത് എന്ന്. ആപത്താണ് ഈ പോർവിളിയും അഭ്യാസങ്ങളും. നാട്ടിൽ സമാധാനം പാലിക്കുവാൻ, നീതി നടപ്പാക്കുവാൻ ചുമതലയുള്ള ഭരണകക്ഷിയാണ് മാതൃക കാണിക്കേണ്ടത്. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ പിറ്റേന്ന് ഹർത്താൽ നടത്തുവാൻ തീരുമാനിച്ച യൂത്ത് കോൺഗ്രസുകാരെ അദ്ദേഹം പിന്തിരിപ്പിച്ചത് മറക്കാനാവില്ല. അതാണ് രാജ്യമീമാംസ. കേരള സർക്കാരിനും പിണറായിക്കുമെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന ആക്രോശങ്ങൾ പിണറായി വിരുദ്ധരെ വല്ലാതെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. 72-കാരനായ ആരിഫിന് കേരള സർക്കാർ വല്ലാതെ വില കുറച്ച് കണ്ടതുപോലെയായി അദ്ദേഹത്തിന്റെ വാക്കുകൾ. 1986-ൽ മുസ്ലിം വ്യക്തി നിയമത്തിൽ പ്രതിഷേധിച്ച് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭ വിട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ബഹുജൻ സമാജ്വാദി പാർട്ടി വഴി BJP-യിൽ എത്തി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആവേശത്തിനും കളികളിലെ ചാണക്യ സൂത്രങ്ങൾക്കും തെല്ലും മൂർച്ച കുറഞ്ഞിട്ടില്ലെന്ന് വ്യക്തം. കേരളം കടുത്ത ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും 1 കോടിയുടെ പ്രത്യേക വാഹനത്തിൽ പഴയ രാജകാല സദസ്സുകളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ രാജാവിനെ കുറിച്ച് സ്തുതികൾ മാത്രം പറയാൻ അനുമതിയുള്ള സ്തുതിപാഠകരെ ചുറ്റും നിർത്തി നവകേരള സദസ്സ് എന്ന മാമാങ്കം കൊണ്ടാടുന്ന പിണറായിയോടുള്ള ജനങ്ങൾക്കുള്ള അമർഷമാണ് ആരിഫ് ജിയുടെ വാക്കുകളിൽ എന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നതെല്ലാം ജനം കേൾക്കുന്നു. പക്ഷേ ഒരു സംസ്ഥാന തലവൻ പറയേണ്ട ഭാഷയാണോ അങ്ങ് പറയുന്നത് എന്ന് ജനത്തിന് സംശയമുണ്ട്. എങ്കിലും ആരിഫ് ജിയായി വാർത്താ താരം. അദ്ദേഹം പറയുന്ന വാക്കുകൾക്കായി വൻ ഡിമാൻഡ്. പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ജനങ്ങളെ വഴിയിലിറങ്ങാൻ സമ്മതിക്കാതെ കടകളെല്ലാം നിർബന്ധമായി അടപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്ര നടക്കുന്നുണ്ടെന്ന് പോലും പറയാതെ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കുവാൻ വിഷയങ്ങളായി. കരിങ്കൊടി കാണിക്കുന്നവരെ കറുത്ത പൂച്ചകളെ കൊണ്ടും കേരള പോലീസിനെ കൊണ്ടും തല്ലിച്ചതപ്പിക്കുകയും കരിങ്കൊടി കാണിക്കുവാൻ സാധ്യതയുള്ളവരെ പോലീസിനെ കൊണ്ട് കരുതൽ തടങ്കൽ എടുപ്പിക്കുകയും ചെയ്യുന്ന പിണറായിയെയും കൂട്ടരെയും കൊണ്ട് കരിങ്കൊടി പ്രകടനം ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമാണെന്ന് സമ്മതിപ്പിച്ചത് ആരിഫ് ജി അങ്ങയുടെ വൈഭവം തന്നെയാണ്. കറുത്ത ഷർട്ട് ധരിച്ചു പോലും നാട്ടുകാർക്കും വഴിയിലിറങ്ങാൻ പോലീസ് വിലക്കുള്ള കാലത്ത് മാത്രവുമല്ല നവകേരള സദസ്സിന് വഴിനീളെ കുട്ടിസഖാക്കളുടെ കരിങ്കൊടി തോരണവും ആയി. ഗവർണർ പല്ല് പരിശോധിക്കുവാൻ പോയ ഡെന്റൽ കോളേജിൽ പോലും ചാൻസലറെ വളരെ ഹീനമായ ഭാഷയിൽ വെല്ലുവിളിക്കുന്ന കറുത്ത ബാനറുകൾ ചാർത്തിയിരിക്കുന്നു. ഇതോടെ കേരള പോലീസിന് വേറൊരു ചോദ്യത്തിനു കൂടി ഉത്തരം പറയേണ്ട നിയോഗം വരുന്നു. പിണറായിയെ കരിങ്കൊടി കാണിക്കും എന്ന് സംശയമുള്ളവരെ കരുതൽ തടങ്കലിൽ എടുക്കുന്നവർ ഗവർണറെ കരിങ്കൊടി കാണിക്കും എന്ന് പറയുന്നവരെ എന്തേ കരുതൽ തടങ്കലിൽ എടുക്കുന്നില്ല? അവർ പരസ്യമായി പ്രഖ്യാപിച്ച സമരം നടത്തുന്നവരല്ലേ? പിണറായി പോകുന്ന വഴിക്ക് കറുത്ത ഉടുപ്പിട്ടുപോലും നിൽക്കാൻ അനുവദിക്കാത്ത പോലീസ് എന്തേ ആ സമീപനം ഗവർണറുടെ കാര്യത്തിൽ എടുക്കുന്നില്ല? വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടയിൽ 3 ആക്രമിക്കപ്പെട്ടപ്പോൾ
ബ്ലഡി ക്രിമിനൽസ് എന്ന് ആക്രോശിച്ചുകൊണ്ട് ആരിഫ് കാറിൽ നിന്നും ചാടി ഇറങ്ങിയതും ക്രിമിനലുകൾ എല്ലാം ഓടി ഒളിച്ചതും കണ്ടതോടെയാണോ കോൺഗ്രസുകാർക്കും ധൈര്യം കിട്ടിയത് എന്നാണ് ഇപ്പോഴത്തെ സംശയം. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് ആക്ഷേപിച്ചത് ഗവർണറാണ്. നിസ്സാരമാണോ ഈ ആരോപണം? ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞത് മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് ഇരയാക്കിയത്. രക്തപ്പുഴ ഒഴുകിയ കണ്ണൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥമെന്ന് പറഞ്ഞു തരുന്ന വിദഗ്ധരുമുണ്ട് CPM-ൽ. അതും ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് നേടിയവർ. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന തോന്നിയോസങ്ങളെക്കുറിച്ചും ജനത്തിന് അറിയുന്നത് വളരെ പരിമിതമായ വാർത്തകളാണ്. കണ്ണൂരിൽ അടുത്ത കാലത്തും കൊല്ലപ്പെട്ടില്ലേ 2 KSUക്കാർ. വിദ്യാർത്ഥി പ്രവർത്തകരോ ക്രിമിനൽസോ? SFI-ക്കാരെ ക്രിമിനൽസ് എന്ന് വിളിക്കുന്നത് ശരിയോ? ചാൻസലർ കൂടിയായ ഗവർണർക്ക് തോന്നിയ ഈ വികാരം എത്രയോ നേരത്തെ വേറെ പലർക്കും തോന്നിയതാണ്. ക്രൈം ചെയ്യുന്നവനല്ലേ ക്രിമിനൽ? ക്യാമ്പസുകളിൽ നിയമവാഴ്ച തകർക്കുകയും എല്ലാം തല്ലിപ്പൊട്ടിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഈ സഖാക്കൾക്കുള്ള വൈഭവം ഒന്ന് വേറെയല്ലേ? കേരളവർമ്മ കോളേജ് അല്ലേ ഏറ്റവും പുതിയ ഉദാഹരണം. അവിടെ KSUക്കാരെ തല പൊക്കാൻ സമ്മതിക്കുമോ? കേരളത്തിലെ ക്യാമ്പസുകളിൽ മറ്റു പല വിദ്യാർത്ഥി സംഘടനകളും ഇല്ലാതായത് ഇവരോട് അടിച്ചു നേടാൻ വയ്യാതായപ്പോഴല്ലേ? അടുത്ത കാലത്ത് വീണ്ടും തിരിച്ചടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചില കോളേജുകളിൽ മറ്റ് സംഘടനകളെ കൊടി ഉയർത്താൻ പോലും സമ്മതിക്കില്ലല്ലോ അവർ. കുറെ കാലം ഇടത് സഹയാത്രികനായിരുന്ന ചെറിയാൻ ഫിലിപ്പ് വിവാഹം കഴിക്കാതെ ജീവിക്കേണ്ടി വന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച കാലത്ത് SFI-ക്കാർ മർദ്ദിച്ചവശനാക്കിയത് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണെന്ന് അദ്ദേഹം എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അറിയില്ലേ, എത്രയോ വിദ്യാർത്ഥി സമരങ്ങളെ SFI-ക്കാർ മർദ്ദിച്ച് ഇല്ലാതാക്കി. ഇപ്പോൾ കേരള യാത്രയ്ക്കെതിരെ നടത്തുന്നത് പോലുള്ള മർദ്ദനങ്ങൾ എത്രയോ സമരക്കാർക്ക് നേരെ അവർ നടത്തി. നായനാർ സർക്കാരിന്റെ കാലത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം സെക്രട്ടേറിയറ്റ് നടയിൽ തുടരാനാവാതെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിച്ചില്ലേ? അവിടെയും BJP-ക്കാർ സംരക്ഷണത്തിന് വന്നപ്പോഴല്ല സമരക്കാർക്ക് ധൈര്യമായി ഇരിക്കാനായത്. കേരളത്തിലെ കലാലയങ്ങളിൽ അവർ ചെയ്യാത്ത തോന്നിവാസം എന്താണുള്ളത്? കേരള സർവകലാശാലയിലെ സ്റ്റുഡന്റ് സർവീസസ് ഡീനായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയെ ഗെരാവോ ചെയ്തതിന് ഇപ്പോഴും കേസില്ലേ കോടതിയിൽ? എത്ര കിരാതമായിട്ടായിരുന്നു അവരോട് പെരുമാറിയത്? CPM രാജ്യസഭാംഗമായ AA റഹീമും മറ്റും പ്രതികളല്ലേ ആ കേസിൽ? കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ കുപ്രസിദ്ധമായ പ്രീ ഡിഗ്രി ബോർഡ് സമരം എന്തിനു വേണ്ടിയായിരുന്നു? കരുണാകരനെ തുടർന്നു വന്ന നായനാർ സർക്കാർ കേരളത്തിൽ പ്രീ ഡിഗ്രി ബോർഡ് പേര് മാറ്റി +2 എന്ന് പറഞ്ഞ് നടപ്പാക്കിയില്ലേ? എന്തേ SFI സമരം തുടർന്നില്ല? SFI നടത്തിയ കമ്പ്യൂട്ടർ വിരുദ്ധ സമരം എന്തായി? പരിയാരം സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത് ഇടത് യുവജന സംഘടന 5 യുവാക്കളെ കുരുതി കൊടുത്തതോ? ഇപ്പോൾ പാർട്ടി വക എത്ര സ്വാശ്രയ കോളേജുകളാണ് കേരളത്തിൽ ഉള്ളത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായിരുന്ന മുൻ അംബാസിഡർ ശ്രീനിവാസനെ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞത് കോവളത്ത് വെച്ച് കയ്യേറ്റം ചെയ്യില്ലേ? മർദ്ദിച്ച് വീഴ്ചില്ലേ? വിദേശ സർവകലാശാല കൊണ്ടുവരാതിരിക്കുവാൻ സമരം ചെയ്തവർ ഇപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുന്നു. 10ാം ക്ലാസ്സിൽ A+ വാങ്ങുന്നവനെ സ്വന്തം പേരെഴുതാൻ അറിയാത്ത നാടാണ് എന്ന് ഓർക്കണം. വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന പിണറായിയെ കൊണ്ട് കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെയും മട്ടന്നൂരിൽ KK ശൈലജയെയും നവകേരള സദസ്സിന്റെ വേദിയിൽ വെച്ച് അപമാനിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ ഓരോ പദവിയിലുള്ളവരും ഉപയോഗിക്കേണ്ട ഭാഷയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആരിഫ് ജി, ഇത് അങ്ങയുടെ ഭാഷയുടെ വൈഭവമാണിത്. അങ്ങ് പിണറായി ശൈലിയിൽ സംസാരിച്ചു തുടങ്ങിയതിന്റെ ഫലമാണ്. കരിങ്കൊടി പ്രകടനം ഒരു സമരരീതിയാണെന്നും സമരക്കാരെ തല്ലിച്ചതയ്ക്കുന്നത് ശരിയല്ലെന്നും സഖാക്കൾ പറഞ്ഞു തുടങ്ങി. ഗവർണർ മിഠായി തെരുവിൽ ഇറങ്ങി നടന്നത് കേരളത്തിൽ ക്രമസമാധാനം നല്ലതായതുകൊണ്ടാണെങ്കിൽ എന്തേ പിണറായി ഇങ്ങനെ ചെയ്യുന്നില്ല? അദ്ദേഹം വരുന്ന വഴിവക്കിലുള്ള കടകൾ പോലും അടപ്പിക്കുന്നു. എന്തിന് പിണറായി ഒപ്പം കറുത്ത ഗുണ്ടകളെ കൊണ്ടു നടക്കുന്നു? അവർ ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്നു. ഗവർണർ പറയുന്നത് മുഴുവൻ ആത്മാർത്ഥമാണെങ്കിൽ എന്തേ സംസ്ഥാന തലവനുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നില്ല? ഗവർണറെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയെന്ന് അങ്ങ് കണ്ണൂരിൽ വെച്ച് ആരോപിച്ചില്ലേ? ഡൽഹിയിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് കുറ്റപ്പെടുത്തിയില്ലേ? എന്ത് നടപടികൾ ഉണ്ടായി? ഇപ്പോൾ പറയുന്നു ഗവർണറെ ആക്രമിക്കുവാൻ ആഹ്വാനം നൽകി എന്ന്. എന്തേ ക്രിമിനൽ കേസ് എടുക്കുന്നില്ല? കേരളത്തിൽ എന്തെല്ലാം നടപടികൾ കേന്ദ്രത്തിനാവും? ക്രമസമാധാനം തകർന്നു എന്ന് ഗവർണർക്ക് കേന്ദ്രത്തെ ധരിപ്പിക്കാം.
ആരിഫ് ജി പലവട്ടം പറഞ്ഞ ആരോപണമാണിത്. ഇവിടെ നടക്കുന്നത് ഗുണ്ടാരാജ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കേന്ദ്രം ഇടപെടണം എന്ന് ഇതുവരെ പറഞ്ഞില്ല. കേരളത്തിലെ സാമ്പത്തിക നില തകർന്നു എന്നും കേന്ദ്രം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നും ആവശ്യപ്പെടാം. ഏതായാലും ഗവർണറുടെ പെരുമാറ്റം നിലവാരം ഇല്ലാത്തതായെന്നും കേന്ദ്രം ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ആദ്യം കേന്ദ്രത്തിന് കത്തയച്ചതായാണ് അദ്ദേഹം പറഞ്ഞത്. ഗവർണർ വല്ലതും ചെയ്യുമോ എന്ന് കണ്ടറിയണം. പലപ്പോഴും കേരളത്തിലെ BJP-കാരെ പോലെ പിണറായിക്കെതിരെ പറയുകയും അത്യാവശ്യം വരുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുന്നത് പോലെയാണ് കാര്യങ്ങൾ. കടുത്ത സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്രം ഇപ്പോൾ കിഫ്ബി വഴി എടുത്ത വായ്പയെ കേരളത്തിന്റെ കടം എടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പേടിച്ചാണെന്നാണ് കടുത്ത സഖാക്കളുടെ വാദം. എന്നാൽ ലാവ്ലിൻ കേസ് പോലെ ഇതൊന്നും അല്ലാത്ത ഒരു സ്നേഹം പിണറായിക്ക് കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. നിയമസഭ പാസാക്കിയവയിൽ ചില നിയമനങ്ങളിൽ ഗവർണർ ഒപ്പിടാത്തത് ജനങ്ങൾക്ക് വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നവയാണ് അവ. ഭൂപതിപ്പ് ചട്ട ഭേദഗതി നിയമം തന്നെ ഉദാഹരണം. മലയോര ജനതയുടെ ജീവൽ പ്രശ്നമാണിത്. ജീവിതോപാധിക്കുള്ള ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്തുന്ന നിയമമാണിത്. എത്രയോ കാലമായി കർഷകർ ആവശ്യപ്പെടുന്നതാണിത്. അതുപോലെ തന്നെയാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി നിയമവും. ഭൂമിയുടെ തരം മാറ്റം വേഗത്തിലാക്കുന്നതിനുള്ള ഈ നിയമവും ജനങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടവയാണ്. എന്നാൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയച്ച 7 ബില്ലുകളിൽ ഒന്നുപോലും ഇത്തരത്തിലുള്ളവയല്ല എന്നതാണ് ആശ്വാസകരം. ജനപ്രീതിയിൽ ഏറെ താല്പര്യമുള്ള ആരിഫ് ജി ഈ ബില്ലുകളിൽ ഉടൻ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനത്തിൽ ഉണ്ടായ സുപ്രീം കോടതി വിധിയോടെ ചാൻസലർ ഗവർണറെ പോലെ മന്ത്രിസഭ പറയുന്നവ അപ്പാടെ അനുസരിക്കേണ്ടതില്ല. തനിക്കുള്ള അധികാരങ്ങൾ കൃത്യമായ വിവേചനത്തോടെ നിർവഹിക്കണം. ഇതോടെ സർവകലാശാല സമിതികളിലേക്ക് സർക്കാർ നോമിനികളായി സർക്കാരിന്റെ ഇഷ്ടക്കാരെ മാത്രം നിയമിക്കുന്ന ഏർപ്പാട് അവസാനിച്ചു. പകരം ചാൻസലർക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കാം. ചാൻസലർ നടപടികളും എടുത്തു. അതോടെ ഇഷ്ടക്കാരെ മാത്രം സർവകലാശാലകളിലും അക്കാദമിക് കൗൺസിലുകളിലും പ്രതിഷ്ഠിച്ച് രസിക്കുന്നവർ ഇപ്പോൾ ഇഷ്ടക്കാരെ നോമിനേറ്റ് ചെയ്യുന്നത് പാടില്ലെന്നും കാവ്യവൽക്കരണമാണ് അതിന്റെ ഉദ്ദേശമെന്നും വിളിച്ചു പറഞ്ഞ് വിലപിക്കുന്നു. ഗവർണർ BJP-കാരെയും കോൺഗ്രസുകാരെയും സമിതികളിൽ ഉൾപ്പെടുത്തിയത് കാവ്യവൽക്കരണമാകുന്നത് എങ്ങനെ? കോൺഗ്രസുകാർ എന്നു മുതലാണ് കാവ്യക്കാരായത്? ഇനി അതാണ് വാസ്തവമെങ്കിൽ പിണറായിയും സംഘവും കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ ഈ സമിതികളിലേക്ക് നിയോഗിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് വൽക്കരണമാണെന്നത് വ്യക്തമല്ലേ? കമ്മ്യൂണിസ്റ്റ് വൽക്കരണം നടത്താനാവാതെ വരുന്നതുകൊണ്ടാണ് ഇക്കാര്യത്തിലും തർക്കം എന്നും വ്യക്തം. വൈസ് ചാൻസലർ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചല്ല ഗവർണർ നോമിനേഷൻ നടത്തിയതെന്നും ഇത് സർവകലാശാലയുടെ സ്വയംഭരണത്തിലുള്ള കൈകടത്തൽ ആണെന്നും പറയുന്നവർ വൈസ് ചാൻസലർക്ക് സർക്കാരിന്റെ ലിസ്റ്റ് കൊടുത്ത് മന്ത്രി ചെയ്തത് എന്താണെന്നാണ് പറയുക. ഇതൊക്കെ പറഞ്ഞാൽ സംഘി, ക്രിസംഘി തുടങ്ങിയ പേരുകൾ ചാർത്തും. കോൺഗ്രസ് നേതാക്കൾക്ക് വല്ലാത്ത പേടിയാണ് ഈ പേരുചാർത്തലുകൾ. അതോടെ അവരുടെ ആവേശം ചോരും. KPCC അധ്യക്ഷൻ K. സുധാകരനെതിരെ ഇത്തരം ഒരു ആരോപണം പാർട്ടിയിൽ തന്നെ ഉയർന്നിരുന്നത് തന്നെ ഉദാഹരണം. ലീഗ് ഫോബിയയാണ് ഈ ഭയത്തിന് കാരണം. ആരിഫ് ജി അങ്ങ് മിഠായിത്തെരുവിൽ കണ്ട സ്നേഹം അത് മുഴുവൻ അങ്ങയോടുള്ള സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങ് പറയുന്നതെല്ലാം പിണറായിയുടെയും അനുചരന്മാരുടെയും ഹുങ്കുകൾ കണ്ട് മനസ്സുമടുത്ത ജനങ്ങളുടെ വികാരമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ആ യാത്രയെ ഒരു തീർത്ഥാടനം പോലെ കണ്ടത്. എന്നാലും ആരിഫ് ജി അങ്ങ് ഇനിയും കോഴിക്കോട്ടെ പോലെ ഇറങ്ങി നടക്കരുത്. പിണറായിയുടെ ചാവേറുകൾ എന്തിനും മടിക്കാത്തവരാണ്. ഗവർണറോട് ഷട്ട് യുവർ ബ്ലഡി മൗത്ത് എന്ന് പറയാതിരിക്കുന്നത് ഗവർണർ പദവിയോടുള്ള ആദരം കൊണ്ടാണെന്ന് മരുമകൻ മന്ത്രിയുടെ പ്രതികരണവും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും കിട്ടുന്ന സൗരഭ്യം പോലായി. പിണറായിയുടെ കൂടെ ഇത്രയും സഞ്ചരിച്ചതോടെ മരുമകന്റെ ഭാഷയ്ക്ക് ആ പിണറായിസം വന്നിട്ടുണ്ട്. ഇനി മറ്റു മന്ത്രിമാർക്കും അതുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങ് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചതുകൊണ്ടാണ് ഇവർക്ക് വന്ന മാറ്റം മനസ്സിലാക്കാനായത്. അതിനർത്ഥം പിണറായിയെ സ്നേഹിക്കുന്നവർ ഇല്ലെന്നല്ല, CPM-ന് അണികൾ ഇല്ലെന്നുമല്ല. അദ്ദേഹം ദൈവത്തിന്റെ വരദാനമാണെന്ന് പറയുന്ന നിരീശ്വരവാദികളുണ്ട്. അവർ കുടുംബശ്രീക്കാരെ പോലെ നിർബന്ധമായും പിണറായിക്ക് സ്തുതി പാടുന്നുണ്ട്. പക്ഷെ കടന്നാക്രമിക്കുന്ന വേട്ടക്കാരെ അംഗരക്ഷകർ എന്ന് പറഞ്ഞ്
ചുറ്റും നിർത്തി ഇരുവശങ്ങളിലും ഉള്ളവരെ തല്ലി തകർത്ത് നടത്തുന്ന ഈ യാത്രയുണ്ടല്ലോ, അതിന്റെ പരിസമാപ്തി കരുണാകര ദുരന്തം പോലെ ആയിക്കൂടുന്നില്ല. കേന്ദ്രത്തിൽ ലഭിച്ച സ്വാധീനത്തിന്റെ കൂടി ധൈര്യത്തിൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച വിധത്തിലായ കരുണാകരന് 1995 എല്ലാവരാലും പരിത്യക്തനായി രാജിവെച്ച് മാറേണ്ടി വന്നു. അത്തരമൊരു പതനത്തിലേക്കാവുമോ പിണറായിയും നടക്കുന്നതെന്ന് സംശയം ശക്തമാകുന്നുണ്ട്. അക്കാലത്ത് കരുണാകരന് പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തരായ എതിരാളികൾ ഉണ്ടായിരുന്നു. ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾക്ക് സ്വന്തം നിലപാടുകൾ ഉണ്ടായിരുന്നു. അത് പറയാനുള്ള നട്ടലുണ്ടായിരുന്നു. അത്തരം ദുരന്തങ്ങളൊന്നും ഇപ്പോൾ പിണറായിക്ക് പേടിക്കാനില്ല. എന്നാൽ ഗ്രഹണം വരുമ്പോൾ നീർക്കോലി കടിച്ചാലും വിഷമുണ്ടാകും എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ മാറിക്കൂടായികയില്ല. CPI-യിൽ കാനം രാജേന്ദ്രന് പകരം വരുന്ന ബിനോയ് വിശ്വം കാനത്തെ പോലെ പിണറായി പക്ഷക്കാരനാകേണ്ട കാരണങ്ങൾ ഇപ്പോഴില്ല. KE ഇസ്മായിലും ഇടതുമുന്നണി യോഗത്തിന് പോകുന്ന CPI-യുടെ പല പ്രതിനിധികളും പിണറായിക്ക് വിശ്വസ്ത വിധേയരായി മാറുന്നു എന്ന് CPI താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നും ആക്ഷേപമുയർത്തി പാർട്ടി തലപ്പത്തെത്തുകയും പാർട്ടിയിൽ വെട്ടിനിരത്തൽ നടത്തുവാൻ പിണറായിയുടെ ശൈലിയാണ് നല്ലതെന്ന് മനസ്സിലാക്കുകയും ചെയ്ത കാനം രാജേന്ദ്രന് അവസാനകാലം ആയപ്പോഴേക്കും മനസ്സിലാവാനാവാത്ത മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെ നിലനിർത്തണം എന്ന ന്യായം പറഞ്ഞ് അദ്ദേഹം പിണറായി സർക്കാരിന്റെ വീഴ്ചകളെ ന്യായീകരിക്കുന്നതിന് താത്വിക മുഖം കാണുമായിരുന്നു. CPI-യുടെ സംസ്ഥാന സമ്മേളനത്തിനെത്തിയ ദേശീയ സെക്രട്ടറി D രാജയെ അടുപ്പിക്കാതെ സമ്മേളനത്തിനും പതാക ഉയർത്തിക്കൊണ്ട് കാനം കാണിച്ച മാതൃകയ്ക്ക് പിണറായി ടച്ച് ഉണ്ടായിരുന്നു. കാനം പതാക ഉയർത്തുമ്പോൾ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനെത്തിയ ദേശീയ ജനറൽ സെക്രട്ടറി സംഭവിക്കുന്നത് ഒന്നും അറിയാതെ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കുന്നതിന് അവസരം ഉണ്ടാക്കിയ മഹാനേതാവാണ് കാനം. പാർട്ടി പിടിക്കണമെങ്കിൽ പണം വേണം എന്ന് അദ്ദേഹം പഠിച്ചത് പിണറായിയിൽ നിന്നാവണം. CPI-യുടെ ആസ്ഥാന മന്ദിരമായ MN സ്മാരകം അതിന്റെ ലാളിത്യം എല്ലാം ഇല്ലാതാക്കി. AKG സെന്ററിലെയും അനുബന്ധ പാർപ്പിട സമുച്ചയത്തിലെയും ആഡംബര സംവിധാനങ്ങളിലേക്ക് പരിണമിപ്പിക്കുവാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കെയാണ് കാനം കടന്നുപോയത്. നവീകരണത്തിനെന്ന പേരിൽ ആഡംബര ചാർത്ത് അണിയുവാൻ MN സ്മാരകം പുതുക്കി പണിയുന്ന കാലമായതുകൊണ്ട് കാനത്തിന്റെ ഭൗതിക ശരീരം അവസാനമായി അവിടെ വെക്കാൻ പോലും ആകാതെ പോയത് കാവ്യനീതിയായി എന്ന് പറയുന്നവരുണ്ട്. ഇടതുപക്ഷക്കാരെങ്കിലും കാഴ്ചപ്പാടുകളിൽ വലിയ അന്തരമുള്ള നേതാക്കന്മാരാണ് ബിനോയ് വിശ്വവും കാനവും വിലയിരുത്തപ്പെടുന്നത്. കാനം പിണറായി സ്റ്റൈലുകാരനാണെങ്കിൽ ബിനോയ് നായനാർ സ്റ്റൈലുകാരനാണ്. അധികാരവും പദവിയുമൊക്കെ രണ്ടാൾക്കും ഇഷ്ടമാണെങ്കിലും നായനാർ വാക്കിലും പ്രവൃത്തിയിലും ലാളിത്യത്തിന്റെ ആളായിരുന്നു. ബിനോയിയും ആ ശൈലിയുള്ള ആളായിരുന്നു. സെക്രട്ടറി പദവി വരുന്നതോടെ മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. CPI-ക്കാർ നിലപാട് പറയാൻ തുടങ്ങിയാൽ ഘടകകക്ഷികൾക്കും ധൈര്യം കിട്ടും, മാണിക്കാർക്കും ധൈര്യം കിട്ടും. ഒരു MLA ഉള്ള ഘടകകക്ഷി മന്ത്രിക്ക് മന്ത്രിയെ കൊടുക്കുന്ന ഇടതുമുന്നണി വീരേന്ദ്രകുമാറിന്റെ ജനതാദളിനോട് കാണിക്കുന്നത് കടുത്ത അനീതിയാണ്. അവരുടെ ഏകാംഗത്തെ പാടെ അവഗണിക്കുന്നു. ജനതാദളുകൾ ലയിക്കണം എന്നാണ് ഇടതുമുന്നണി പറയുന്നതെങ്കിൽ ലയനം നടക്കാത്ത സാഹചര്യത്തിൽ പാലായിൽ തോമസ് ചാഴിക്കാടനോട് മുഖ്യമന്ത്രി കാണിച്ച നിന്ദനം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ പേർന്ന ജനതയോട് കാണിച്ച നിന്ദനമായി മാറിയതോടെ സർക്കാരും CPM-ഉം വല്ലാത്ത പ്രതിരോധത്തിലായി. റബ്ബർ കർഷകർക്ക് വേണ്ടി വല്ലതും ചെയ്യണം എന്ന ചിന്ത മുഖ്യമന്ത്രിക്കുണ്ടായി. നവകേരള സദസ്സുകൾക്ക് ശേഷം ഇതിനായി തലസ്ഥാനത്ത് പ്രത്യേക സമ്മേളനം വിളിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ചാഴിക്കാടൻ പാലായിൽ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാകുന്ന നിലയിലായിരിക്കുന്നു. രഹസ്യമായി ഇടതു നേതാക്കൾ കേരള കോൺഗ്രസ് നേതാക്കളെ വിളിച്ച് തണുപ്പിച്ചു. റബ്ബർ വില സംബന്ധിച്ച നല്ല തീരുമാനം ഉണ്ടാകുവാൻ മുഖ്യമന്ത്രി വിളിച്ച തീരുമാനം ഇടയാക്കിയാൽ അത് ചാഴിക്കാടന്റെ ത്യാഗത്തിന്റെ ഫലമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും. പാലായിൽ തോമസ് ചാഴിക്കാടൻ ചെയ്ത പല നല്ല കാര്യങ്ങളുടെയും ക്രെഡിറ്റ് ഫ്ലക്സ് വെച്ച് സ്വന്തമാക്കിയവരുണ്ടെന്ന് കേരള കോൺഗ്രസുകാരുടെ പരാതി ഇക്കാര്യത്തിൽ ഉണ്ടാവില്ലായിരിക്കും. വ്യക്തിപരമായ ഇമേജിനേക്കാൾ താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനതയുടെ നന്മ ലക്ഷ്യം വെക്കുന്ന ചാഴിക്കാടന് ഇത് നിർവൃതിയുടെ അനുഭവവും ആവും. കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ? പഴയ കോൺഗ്രസുകാരിയായ മമതയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 2024 തിരഞ്ഞെടുപ്പിൽ കൂടുതൽ MP-മാരെ കിട്ടുന്നവർക്ക് പ്രധാനമന്ത്രി പദം എടുക്കാമെന്നും
അതിന് സാധ്യത കോൺഗ്രസിനായതുകൊണ്ട് ഖാർഗെയെ ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. CPM-ഉം കോൺഗ്രസുമായും തെരഞ്ഞെടുപ്പ് സഖ്യം ചർച്ച നടത്താം എന്നും മമത പറഞ്ഞു. മമത പറഞ്ഞതാണ് നല്ല ആശയം, ആരും വഴക്ക് ഉണ്ടാക്കില്ല. 2004-ൽ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസുകാരെ അമ്പരപ്പിച്ച സോണിയയുടെ മകൻ അതിന് തയ്യാറായേക്കാം. രാഹുലിന് ഇനിയും കാലം ഏറെ ബാക്കിയുണ്ടല്ലോ. ഈ നിർദ്ദേശത്തെ എതിർക്കുന്ന കോൺഗ്രസുകാരിൽ ഒന്നാമൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ആകാൻ ഇടയുണ്ടാവും. അദ്ദേഹത്തിന് ഉണ്ടാവുന്ന നഷ്ടമല്ലേ ഈ നിർദ്ദേശം? രാഹുലിന് പകരം കോൺഗ്രസ് പ്രസിഡന്റ് ആകുവാൻ അദ്ദേഹത്തോട് പാർട്ടി എത്ര കേണുവീണ് അപേക്ഷിച്ചതായിരുന്നു. അന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി പദമായിരുന്നു വലുത്. ഇനി സങ്കടപ്പെട്ടിട്ട് എന്ത് ഫലം? ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.